ജൂലൈ 28. കേരള വനിതകളിൽ സ്വർഗരാജ്യത്തിന്റെ അംഗമായി തീർന്നു എന്ന് കത്തോലിക്ക സഭ ഔപചാരികമായി പ്രഖ്യാപിച്ച ആദ്യത്തെ വ്യക്തിയാണ് അൽഫോൻസമ്മ. കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഔസേപ്പ് മറിയം ദമ്പതികളുടെ 4ാമത്തെ സന്താനമായിട്ട് 1910 ഓഗസ്റ്റ് 19 ആണ് അന്നംകുട്ടി ജനിച്ചത്. അന്ന് അവളുടെ മാമോദിസ പേര് അന്നംകുട്ടി എന്നായിരുന്നു. അവളുടെ പ്രസവം മാസം തികയാതെയാണ് അമ്മ ഈ ലോകത്തിലേക്ക് അവളെ തന്നത്. ആ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ ഗുരുതരാവസ്ഥയിൽ അവളുടെ അമ്മ നഷ്ടപ്പെട്ടു. ഉടനെ മരിക്കാനിട വന്നു. അതുകൊണ്ട് മാതൃവാത്സല്യവും പരിപാലനവും പരിലാളനവും എന്താണെന്ന് അനുഭവിച്ചറിയാൻ ആ കുഞ്ഞ് ഹൃദയത്തിന് സാധിച്ചിട്ടില്ല. എന്നല്ല, ഇന്നത്തെ ശാസ്ത്രം വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊളസ്ട്രം എന്ന് പറയുന്ന ആ കഞ്ഞിപ്പാൽ, അമ്മയുടെ മഞ്ഞപ്പാൽ നുകരാൻ ഇടവരാത്ത ഒരു കുട്ടിയാണ് അന്നംകുട്ടി. ഈ കൊളസ്ട്രം എന്ന് പറയുന്ന അമ്മിഞ്ഞപ്പാൽ നുകരാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആകണം പിന്നീട് ഒരുപാട് മാറാരോഗങ്ങള്, തീരാരോഗങ്ങള് അവളെ അലട്ടാൻ ഇടവന്നത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അവളുടെ കുഞ്ഞ് മനസ്സുകളിൽ ഏറ്റുവാങ്ങിയ ആദ്യ നിമിഷങ്ങളിലുള്ള നൊമ്പരങ്ങൾ അത് തീർച്ചയായും ആ ബാലമനസ്സിന് സംഘർഷം ഉണ്ടാക്കി കാണണം. എങ്കിൽ സംഘർഷം കുറയ്ക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടി അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി ചേച്ചി വലിയമ്മ അവളെ പൊന്നുപോലെ വളർത്താൻ വേണ്ടി മുട്ടുചിറയിലേക്ക് കൊണ്ടുപോയി. അവിടെ മുട്ടുചിറയിലായിരുന്നു വല്യമ്മച്ചിയുടെ വീട്. വല്യമ്മച്ചി തള്ളയില്ലാത്ത കൊച്ചിനെ പൊന്നുപോലെ വളർത്താനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്ന് വരികിലും എല്ലാ തരത്തിലും അതിന് ശ്രമിച്ചു എന്ന് വരികിലും ഓരോ ശ്രമവും ആ ബാലമനസ്സിൽ നൊമ്പരങ്ങളുടെ ആധിക്യം വേലിയേറ്റമാണുണ്ടാക്കിയത്. അന്നംകുട്ടിയുടെ മനസ്സ് സംഘർഷപൂരിതമാകാനാണ് ഇടവന്നത്. അന്നംകുട്ടിയുടെ ജീവിതം എല്ലാ തരത്തിലും സുഖകരമാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്ന എല്ലാ വ്യവസ്ഥകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്നംകുട്ടിക്ക് വേദനാജനകമായിട്ടാണ് അനുഭവപ്പെട്ടത്. ആ മുട്ടുചിറയിലുള്ള പേരമ്മ എന്ന് പറയുന്ന വല്യമ്മച്ചിയുടെ വളർത്തലിൽ അങ്ങനെയും ആ നൊമ്പരങ്ങള് ഉരുണ്ടുകൂടി ആ ബാലമനസ്സിലുകൾ. കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ വല്യമ്മച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാഗ്രഹം ഇവളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണം. അതിനുവേണ്ടി വളരെ ശ്രദ്ധിച്ച് ഒരു ചെറുക്കനെയും വല്യമ്മച്ചി കണ്ടുപിടിച്ചു. ഒത്തുകല്യാണം നിശ്ചയിച്ചു ദിവസം. ഈ കാര്യങ്ങള് അന്നംകുട്ടി മനസ്സിലാക്കിയിട്ട് അന്നംകുട്ടി വല്യമ്മച്ചിയോട് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, വല്യമ്മച്ചി, തമ്പുരാൻ എന്നെ കുടുംബജീവിതത്തിലേക്ക് അല്ല വിളിച്ചിരിക്കുന്നതെന്നാണ് എന്റെ ബോധ്യം. എന്റെ ബോധ്യം തമ്പുരാൻ എന്നെ സന്യാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് എന്റെ പരമമായ ബോധ്യം. അതുകൊണ്ട് എന്നെ സന്യാസത്തിലേക്ക് എന്റെ ജീവിതം തുടരാൻ വേണ്ടി എന്നെ അയക്കണം. അതിന് ദൈവമുണ്ടാകണം. വല്യമ്മച്ചിക്ക് ഈ കുട്ടിയുടെ ഈ അപേക്ഷ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വല്യമ്മച്ചി ഈ കുട്ടി എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളുന്നില്ല. ബാലമനസ്സിന്റെ നൊമ്പരത്തിന്റെ പ്രതീതിയാണെന്ന് വിചാരിച്ച് വല്യമ്മച്ചി അത് തള്ളിക്കളയുന്നു. ഒത്തുകല്യാണത്തിന്റെ ദിവസം അടുത്തു. ഈ സംഘർഷം ഉരുണ്ടുകൂടിയ ആ കൗമാര പ്രായക്കാരി വലിയൊരു സാഹസത്തിന് വേണ്ടി തന്നെ തയ്യാറാകുകയാണ്. ആ സാഹസത്തിന് തയ്യാറായതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൊച്ചുകുട്ടിയുടെ ഹൃദയം എത്ര കണ്ട് വേദനിച്ചിരിക്കണമെന്ന്. സാഹസം ഇതാണ്. അവൾ വിചാരിച്ചു, എന്റെ ബാഹ്യ സൗന്ദര്യമല്ലേ കാര്യമായിട്ടുള്ളത്, എന്റെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടല്ലേ എന്നെ നല്ല നിലയിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് എന്റെ വല്യമ്മച്ചി വിചാരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഒരു സാഹസത്തിന് വേണ്ടി മുതിരുകയാണ്. കത്തുന്ന ഉമിത്തിയില് അവളെ തന്നെ ചാടി അവളുടെ ശരീരം വികൃതമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവൾ ചെയ്തു. ആ പിഞ്ച് ശരീരത്തിലെ കൊമളകൾ പൊങ്ങി, അത് പൊട്ടി വ്രണമായി. പിന്നെ അത് ചികിത്സിക്കേണ്ട രംഗം വന്നു. അതിന് ചികിത്സിക്കേണ്ട രീതി വന്നപ്പോ വല്യമ്മച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഒത്തുകല്യാണം പിന്നെ ആവട്ടെ എന്ന്. ഈ ഒരു സാഹസത്തിന് വേണ്ടി അവൾ മുതിരാൻ ഇടവന്നതിന്റെ പുറകിലുള്ള നമ്മൾ വിശകലനം ചെയ്തു നോക്കുമ്പോ അവളുടെ മനസ്സിലുള്ള സംഘർഷത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർഷം 5 കഴിഞ്ഞു, വയസ്സ് 18ആയി. അങ്ങനെ പല പല സംഘർഷപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടെ ബാഹ്യശക്തി പോലും ഇടപെട്ട് ഒരു ചാക്കോച്ചൻ, ബന്ധുവായിട്ടുള്ള ഒരു ചാക്കോച്ചന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്
18 വയസ്സുകാരിയായ യുവതിയെ കന്യാസ്ത്രീ മഠത്തിലേക്ക് വിടാൻ വല്യമ്മച്ചി അനുവദിച്ചത്. അവള് വിചാരിച്ചു കാര്യം സ്വസ്ഥമായി എന്ന്. അവള് ദൈവം വിളിച്ചിരിക്കുന്നത് സന്യാസത്തിലേക്കാണെന്നുള്ള ബോധ്യമുണ്ട് അവൾക്ക്. പക്ഷേ സന്യാസത്തിലേക്ക് ചെല്ലുമ്പോ അവള് വിചാരിച്ചു സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കും അവിടെ എന്ന്. അല്ല, കന്യാസ്ത്രീ മഠത്തിൽ പ്രവേശിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഇതാ രോഗങ്ങളുടെ ഘോഷയാത്ര. അതിൽപ്പെട്ട ഒരു രോഗത്തിന്റെ രക്തസ്രാവം നിലയ്ക്കാത്ത ശക്തമായ രോഗം അവളെ ബാധിച്ചതിന്റെ അടിസ്ഥാനത്തില് എറണാകുളം ജനറൽ ആസ്പത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. അല്പം ആശ്വാസം കിട്ടി. ഇതാ തുടർന്നുള്ള കൊല്ലങ്ങളില് ക്ഷയമാണെന്ന് വിഷഗ്വരന്മാര് പറയുന്നു. അല്ല, ഇത് മാനസികമാണെന്ന് വിദഗ്ധന്മാര് പറയുന്നു. എന്താ ഈ കുട്ടിക്ക് പറ്റിയെന്ന് വിവരമുള്ളവർ പറയണു. എല്ലാ തരത്തിലും ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊരു രോഗം. കാരണം ഇതാകാം, ആ കുട്ടി ചെറുപ്പത്തിലെ തന്നെ ആ അമ്മയുടെ പാല് നുകരാൻ ഇടവരാത്തതിന്റെയും അടിസ്ഥാനത്തിലും കൂടി സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാം. അത് മാത്രമാകണമെന്നില്ല. ദൈവം എന്നും പ്രവർത്തന നിരതമാണ്. ഈ കുട്ടി ഇങ്ങനെ രോഗത്തിന്റെ അടിസ്ഥാനത്തില് മറ്റ് സ്വന്തം കൂട്ടുകാരികള്, സഹോദരികള്, സിസ്റ്റേഴ്സ് ഓടി നടന്ന് മഠത്തിൽ ജോലി ചെയ്യുമ്പോ, സന്യാസോചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അത് ചെയ്യാൻ വേണ്ടി കൊതിക്കുകയാണ് ഈ കുട്ടി. പക്ഷേ ഈ കുട്ടിക്ക് ഓടി നടക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടി ഒരു പായിൽ കിടപ്പ. കുർബാന കാണാൻ പോലും അവസരമില്ല. ആഴ്ചയിൽ 3 ദിവസം പോലും അച്ഛൻ കൊണ്ടുവന്ന് കുർബാനയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു കെടുപ്പ്. 18 കൊല്ലം അങ്ങനെ ഒരു കെടുപ്പ്. 18 കൊല്ലം ലോകത്തിൽ ജീവിച്ചു, 18 കൊല്ലം മഠത്തിലും അങ്ങനെ കിടന്നു. അപ്പൊ 18 36. 36ാമത്തെ വയസ്സില് ജൂലൈ 28-ാം തീയതി, അന്ന് ഞായറാഴ്ചയായിരുന്നു, അന്നും ഉണ്ടായിരുന്നു മഴ, ഇന്നും ഉണ്ട് മഴ. അവളെ ഈ ലോകം വിട്ടു. ഇതാണ് അവളുടെ ജീവിതം. ഈ ജീവിതം ഞാൻ എന്റെ മനസ്സിൽ കൂടി അയവിറക്കിയപ്പോ എൻ ഉള്ളിൽ ഉണർത്തുന്ന ഒരു ചിന്ത ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കൈത്തക്കാലം ആഘോഷിക്കുകയല്ലേ നമ്മള്? കൈത്തക്കാലല്ലേ നമ്മള് ആചരിക്കണത്? വളർച്ചയുടെ കാലഘട്ടമാണത്. ആരെങ്കിലും വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവം അഭിമുഖമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവശ്യം ആ വ്യക്തി ഒരു വരൾച്ചയുടെ കാലഘട്ടത്തിൽ കൂടെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് എന്നിൽ ഉണർത്തുന്ന ഒരു ചിന്ത. ഈ വരൾച്ചയ്ക്ക് ഞാൻ പേര് കൊടുക്കുന്നത് എ ഡെസർട്ട് എക്സ്പീരിയൻസ് എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഡെസർട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം, മരുഭൂമിയുടേതായിട്ടുള്ള ഒരു അനുഭവം, അവഗണന, ഒരു തരത്തിലും ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് കണ്ടെത്താൻ സാധിക്കാത്ത രൂക്ഷമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതിൽ ഞാൻ പേര് വിളിക്കുന്നു അനുഭവം. ഈ അനുഭവത്തിൽ കൂടെ മാത്രമേ മാമല അനുഭവത്തിലേക്ക് മനുഷ്യൻ കയറാൻ പറ്റുള്ളൂ. മാമല അനുഭവത്തിന് മൗണ്ടൻ പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഡെസർട്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു മൗണ്ടൻ പീക്ക് എക്സ്പീരിയൻസിന് വേണ്ടി ആരെങ്കിലും ഉന്നം വെക്കുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥം, അത് ശൂന്യം. അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ഇടവരാതെ ഒരു മാമല അനുഭവത്തിലേക്ക് മനുഷ്യൻ, മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശൂന്യമായിട്ടുള്ള ആഗ്രഹമായിട്ട് അവശേഷിക്കും എന്ന ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കുന്നു. പുറത്ത് ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകൃതിയിലും അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. പ്രകൃതിയിലേക്ക് കടന്നാൽ ഉള്ള ലഭ്യമായ അവസരം അല്പം നീണ്ടുപോകാൻ വരുന്നത് കൊണ്ട് ഞാൻ പ്രകൃതിയിലേക്ക് കടക്കണില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ജോലി രാജിവെച്ച് ഒഴിയാൻ ഇടവന്ന കേരളത്തിന്റെ ഏറ്റവും അഭിമാനപാത്രമായി തീർന്ന കെ.ആർ. നാരായണൻ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി ജോലിയിൽ നിന്ന് വിരമിച്ച കെ.ആർ. നാരായണൻ, ആ കെ.ആർ. നാരായണന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരു കുളിമീൻ പോലെ ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. കോട്ടയം ജില്ല തന്നെയാണ് അതും. കോട്ടയം ജില്ലയിലെ ഉഴവൂര് ജനിച്ചവനാണ് കെ.ആർ. നാരായണൻ. ആ സാഹചര്യത്തിലെ അവഗണനയും ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിസ്സഹരണത്തിന്റെയും ആ ചുറ്റുപാടിലുള്ള അനുഭവമായിരുന്നു നാരായണൻ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കടുത്തമായിട്ടുള്ള അനുഭവം. ഈ അനുഭവത്തെപ്പറ്റി വിടവാങ്ങൽ പ്രസംഗം നടത്തിയ അവസരത്തില് കെ.ആർ. നാരായണൻ മനോഹരമായിട്ട്
അവതരിപ്പിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അന്ന് ധ്യാനിക്കേണ്ട സമയമാണ് ഞാൻ. പക്ഷേ ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ 10 മിനിറ്റ് നേരം തമ്പുരാനോട് ചോദിച്ച് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കുത്തിയിരുന്നു. അദ്ദേഹം എത്രയോ മനോഹരമായിട്ട് ഈ മരുഭൂ അനുഭവത്തിൽ കൂടെ, അദ്ദേഹം ഈ വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഈ മരുഭൂ അനുഭവത്തിൽ കൂടെ അതിനെ മനസ്സിലാക്കാനുള്ള പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തില്, തിരിച്ചറിയാനുള്ള വിവേചനത്തിന്റെ അടിസ്ഥാനത്തില്, അതിനെ വിശകലനം ചെയ്തിട്ട് അതിനെ അതിജീവിക്കാനുള്ള തീഷ്ണതയുടെ അടിസ്ഥാനത്തില് അദ്ദേഹം വളർന്നു, മാമല അനുഭവത്തിലേക്ക് വളർന്നു. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ നയതന്ത്ര രംഗത്തില് ശോഭിപ്പിക്കാൻ ഇടവരുത്തിയത്, വിദ്യാഭ്യാസ മണ്ഡലത്തില് വളരെയേറെ ശോഭിക്കാൻ ഇടവന്നത്, രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു MP ആയിട്ടും മന്ത്രിയായിട്ടും എന്നല്ല, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും, അവസാനം ഈ രാഷ്ട്രത്തിന്റെ പൊതുവായിട്ടുള്ള അധ്യക്ഷൻ എന്ന നിലയില്, രാഷ്ട്രപതി എന്ന നിലയില് വളരെ അഭിമാനത്തോടുകൂടെ ഇന്നേ വരെ ഇന്ത്യയിലെ രാഷ്ട്രപതിയില് ഇത്രയേറെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രപതി ഉണ്ടായിട്ടില്ല എന്ന് പരക്കെ സമ്മതിക്കത്തക്ക വിധത്തിലുള്ള വളരെ അത്യുജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ആ ജീവിതത്തിന്റെ മാമല അനുഭവത്തിൽ കൂടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച KR നാരായണന്റെ ജീവിതം എന്താണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? സഭയുടെ ചിന്ത മാത്രമല്ല, വെറും ലോകത്ത് തന്നെ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവശ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കായി വെച്ചു നീട്ടുന്ന മരുഭൂ അനുഭവങ്ങള് അത് തിരിച്ചറിഞ്ഞ് അതിനെ ജീവിച്ച് അനുഭവമാക്കി മാറ്റിയെങ്കിലേ ഉയർച്ചയും വളർച്ചയും നമുക്കുണ്ടാകുള്ളൂ. അദ്ദേഹം ജോലിയിൽ നിന്ന് സാധാരണ ഒരു പൗരനായിട്ട് താഴെ ഇറങ്ങിയപ്പോൾ ഇതാ വേറൊരു മനുഷ്യൻ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഡോക്ടർ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ജീവിതം രാമേശ്വരത്ത് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ. ആ പയ്യൻ പഠിക്കുന്നതിന് വേണ്ടി കാശ് ബുദ്ധിമുട്ടായപ്പോ കക്ക പെറുക്കി വിറ്റ് നടന്നൊരു പയ്യൻ. ആ കടൽ തീരത്ത് പത്രം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ട് നടന്നിരുന്ന ഒരു പയ്യൻ. സ്വന്തം സഹോദരിയുടെ നാമമാത്രമായിട്ടുള്ള ആഭരണങ്ങൾ പണയം വെച്ച് സ്വരൂപിച്ച രൂപ കൈക്കൂട്ടി വിദ്യാഭ്യാസം നടത്തിയ പയ്യൻ ഇന്ന് ലോകത്തിന്റെ മുമ്പില് പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, അബ്ദുൽ കലാം. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരുഭൂ അനുഭവമാണ് തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്ത് അതിനെ വ്യയം ചെയ്യാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹം ഇന്ന് ഇതിലും കൂടുതൽ ഒരു ഉന്നത പദവി ഒരു ഭാരതീയന് നേടാനില്ല എന്ന ആ ഉന്നത പദവിയിലേക്ക് അദ്ദേഹം ആരോഹണം ചെയ്തിരിക്കുകയാണ്. എന്താ നമ്മളെ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? ലോകത്തിന്റെ ഭാഷയിൽ തന്നെ കയ്യും കെട്ടിയിരുന്നാൽ വളരാൻ പറ്റില്ല, കയ്യും കെട്ടിയിരുന്നാൽ അലസമായിരുന്നാൽ ഉയരാൻ പറ്റില്ല. സഭയുടെ ചിന്തയനുസരിച്ച് കേരളത്തിൽ നിന്ന് സ്വർഗലോകത്തിലേക്ക് അംഗങ്ങളായി എന്ന് പ്രഖ്യാപിതമായിട്ടുള്ള ചാവറ അച്ഛനും ഈ മരുഭൂ അനുഭവത്തിൽ കൂടെയാണ് അദ്ദേഹം വളർന്നത്. അത് മറിയം ത്രേസ്യ ആയാലും അനുഭവങ്ങളുടെ പ്രകൃതികൾക്ക് വ്യത്യാസമുണ്ടായി എന്ന് മാത്രം. ചാവറ പിതാവിന്റെ മരുഭൂ അനുഭവം അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് ബാല്യത്തിൽ തന്നെ മരിക്കാൻ ഇടവന്നു. പിതൃവാത്സല്യവും മാതൃവാത്സല്യവും അനുഭവിക്കാൻ ഇടവന്നില്ല. ആ കൊച്ചു കുര്യാക്കോസിന്റെ ജീവിതത്തിലെ ഒരു വലിയ തീവ്രമായ മരുഭൂ അനുഭവം അത് അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്തു. അദ്ദേഹം വളർന്നപ്പോ അധികാരികളുടെ അവഗണന, സഹകരണക്കുറവ്, അതും വലിയൊരു മരുഭൂ അനുഭവമാണ് ചൗറ പിതാവിന് ഉണ്ടാക്കിക്കൊടുത്തത്. ആ മരുഭൂ അനുഭവം തിരിച്ചറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്ത് അതിൽ നിന്നാണ് അദ്ദേഹം മഹത്വത്തിലേക്ക് പ്രവേശിച്ച് മാമല അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. മറിയം ത്രേസ്യയ്ക്ക് ഇതായിരുന്നില്ല, അപ്പന്റെയും അമ്മയുടെയും വേർപാടായിരുന്നില്ല മരുഭൂ അനുഭവം, ദാരിദ്ര്യം. ആ കൊച്ചുകുട്ടിക്ക്, പെൺകുട്ടിക്ക് അന്നത്തെ നിയമം അനുസരിച്ച് കന്യാസ്ത്രീ മഠത്തിൽ കൊടുക്കേണ്ട പത്രമേനിക്ക് വേണ്ടിയിട്ട് രൂപ തെണ്ടി നടക്കുകയാണ് ആ കൊച്ചുകുട്ടി. കിട്ടിയില്ല, തിരിച്ചു വന്നു, കുത്തിയിരുന്നു വീട്ടില്. ദാരിദ്ര്യത്തിന്റെ അനുഭവമായിരുന്നു
ആ കൊച്ചുകുട്ടിക്ക്, പെൺകുട്ടിക്ക് മരുഭൂ അനുഭവമായിട്ട് തമ്പുരാൻ ഒരുക്കി കൊടുത്തത്. അതിൽ നിന്ന് അവൾ ഊർജം സ്വീകരിച്ചുകൊണ്ട് അവൾ അതിജീവിച്ചു മഹത്വത്തിലേക്ക്. സഭയുടെ ചിന്താരീതി അനുസരിച്ചും ലോകത്തിന്റെ ചിന്താരീതി അനുസരിച്ചും ഒരു സത്യം നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഈ സത്യമാണ് മരുഭൂ അനുഭവത്തിൽ കൂടിയല്ലാതെ മാമല അനുഭവത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. ഈ സത്യത്തിന്റെ തിരിച്ചറിവ് എന്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിന്റെ ഇടനാഴികയിൽ കൂടെ ഞാൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് നിങ്ങളോടൊത്ത് ഈ ബലി അർപ്പിക്കുന്നതിനും ഈ ബലിയില് ഞാൻ ഈ രണ്ട് വാക്ക് പറയാൻ ഇടവന്നതും എന്ന് സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. 1996 ജനുവരി മാസം 3-ാം തീയതി വാഴ്ത്തപ്പെട്ട ചവറ പിതാവിന്റെ തിരുനാളിന്റെ ദിവസം എന്റെ അന്നത്തെ സഹപ്രവർത്തകനായിരുന്ന നല്ലവനായ ജോർജ് അച്ഛന്റെ സഹായത്തോടുകൂടെ അന്നത്തെ ദിവ്യബലി ഞാൻ പൂർത്തിയാക്കിയതിനു ശേഷം ആശ്രമത്തില് നടത്തിയിരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് അന്നത്തെ സിസ്റ്റേഴ്സിന്റെ സഹായത്തോടുകൂടെ ഞാൻ കാർമ്മികത്വം വഹിച്ചതിന് ശേഷം ഞാൻ ഉടനെ തന്നെ തൃശ്ശൂര് മിഷൻ ആസ്പത്രിയിലേക്ക് പോകുകയാണ് ഡോക്ടർ മോൺസിയെ കാണാൻ. അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഓട്ടോമോളജിസ്റ്റ്, കണ്ണ് വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു. അന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടത് മിഷൻ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ ഞാൻ അതിനു മുമ്പും എന്റെ കണ്ണ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വെച്ചപ്പോ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ധാരണയാണ് എനിക്കുണ്ടായത്. അദ്ദേഹം ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഫാദർ, യു ആർ ഗോയിങ് ടു ലൂസ് the sight of both of your eyes. He bluntly states that very, very painful reality in front of me. You are going to lose both of your vision. അച്ഛന്റെ കാഴ്ച രണ്ട് കണ്ണിന്റെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒരു ഗവേഷണം, ഒരു പരീക്ഷണം നടത്തിയ നമുക്ക് എന്താണ് അതിന്റെ പാകപ്പിഴവുകളെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അതിന് ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു, മധുരയിൽ അതിനുള്ള അവസരമുണ്ട്, പക്ഷേ മധുരയിലേക്ക് അച്ഛന് എത്താൻ സമയമില്ല. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ആ സാങ്കേതിക വിദ്യ, ആ പരീക്ഷണം ഉള്ളത് അദ്ദേഹത്തിന്റെ അറിവില് മെഡിക്കൽ ട്രസ്റ്റ്, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഒരു പരിചയമില്ലാതെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് കണ്ണ് നഷ്ടപ്പെടാൻ പോകുന്നല്ലോ എന്നുള്ള പരാക്രമം എന്റെ ഉള്ളിലുണ്ട് എന്ന് വരികിലും ഞാൻ പുറത്ത് കാണിക്കാതെ ഞാൻ അധികാരികളുടെ ഊഹിതാനുവാദം എടുത്തുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകുന്നു. രാത്രിയായി അവിടെ ചെല്ലുന്നു. അവിടുത്തെ ഡോക്ടർ വിദഗ്ധൻ എന്നെ പരിചരിക്കുന്നതിനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കുന്നു. അദ്ദേഹത്തിന് പോകേണ്ട സമയമായി. ഒരു പ്രത്യേക കേസായിട്ട് എന്നെ കാണുന്നു. ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി എടുക്കുന്നു. ഉത്തരം വരുന്നു, ഈ ഡോക്ടർ മോൺസി കണ്ടുപിടിച്ച അത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അച്ഛന്റെ റെട്ടിനയിൽ തകരാറ് വന്നിരിക്കുന്നു. അത് ഇനിയും ഡിറ്റീറിയേറ്റ് ചെയ്യാനേ ഇടയുള്ളൂ. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും വലിയ കാര്യമില്ല. ലേസർ ട്രീറ്റ്മെന്റ് ആണ് അതിന് ആകെ കൂടി പരീക്ഷിക്കാവുന്നത്. അതും പരീക്ഷിക്കാൻ ഇടവന്നു. അങ്ങനെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മരുഭൂ അനുഭവമായിരുന്നു. ഈ മരുഭൂ അനുഭവം 1996 ജനുവരി 5-ാം തീയതി എനിക്കായിട്ട് വായിച്ചു തന്ന ഒരു ന്യൂസ്, അത് രണ്ട് കൈപ്പത്തികളുമില്ലാത്തൊരു മനുഷ്യൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാൻ പോകുന്നു എന്നൊരു ന്യൂസായിരുന്നു മനോരമയിൽ ബോക്സ് ന്യൂസായിട്ട് വന്നത്. 1996 ജനുവരി 5-ാം തീയതിയായിരുന്നു അന്ന്. ഈ ന്യൂസ് അന്ന് എനിക്കായിട്ട് വായിച്ചു തന്നപ്പോ തമ്പുരാൻ എന്തോ ഒരു തരത്തിലുള്ള ചലനം എന്റെ മനസ്സിലുണ്ടാക്കി. ഇങ്ങനെ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാൻ രണ്ട് കൈപ്പത്തികളും ഇല്ലാത്തൊരു മനുഷ്യന് സാധിക്കുമെന്ന് വരികില് എന്തുകൊണ്ട് ഈ ഒരു മരുഭൂ അനുഭവത്തെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല തമ്പുരാൻ സഹായത്തോടുകൂടെ എന്നൊരു ചിന്തയാണ് എന്നിൽ ഉണ്ടാക്കിയത്. ആ ചിന്തയുടെ ഫലമായിട്ടാണ് മക്കളെ പലർക്കും ഇന്നും തോന്നുന്നത്, അച്ഛൻ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് തോന്നത്തക്ക വിധത്തില് ചെയ്യുന്നത്. ഈ ഒരു മരുഭൂ അനുഭവം ഞാൻ തിരിച്ചറിഞ്ഞ് അത് വ്യയം ചെയ്യാൻ തമ്പുരാന്റെ സഹായത്തോടുകൂടെ ദൃഢചിത്തനായിട്ട് ഞാൻ ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് എന്ന സത്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തർക്കും
തമ്പുരാൻ മരുഭൂ അനുഭവങ്ങൾ വ്യത്യാസപ്പെട്ടായിരിക്കും. കണ്ണുപോക്ക് മാത്രമല്ല, അപ്പനും അമ്മയുടെയും മരണമല്ല, ദാരിദ്ര്യം തന്നെ ആകണമെന്നില്ല, രോഗം തന്നെ ആകണമെന്നില്ല. ചിലർക്ക് ഇതെല്ലാം ആകാം, ചിലർക്ക് ഇതിൽ നിന്നും പുറത്താകാം. എന്താണ് ഓരോ വ്യക്തിക്കും തമ്പുരാന്റെ പരിപാലനയിൽ ഒരുക്കിയിരിക്കുന്ന മരുഭൂ അനുഭവം എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്ത് അതിലൂടെ നമ്മുടെ മഹത്വീകരണത്തിലേക്ക് ചെന്നുപെടണം എന്നൊരു അവബോധത്തിലേക്ക് നാം നീങ്ങേണ്ടതുണ്ട്. ഈ അവബോധത്തിലേക്കുള്ള വളർച്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്ന അൽഫോൻസമ്മയ്ക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. കാരണം ഇത് അവൾ മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയ ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിനൊരു പുണ്യവതിയെ നമുക്ക് ലഭിച്ചത്. ഈ ഒരു സത്യം ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. തിരുനാളിന്റെ മംഗളങ്ങള് എല്ലാവർക്കുമായിട്ട് നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.